നമസ്കാരം. അമേധ്യത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കൃമികളെ പോലെയാണ് പല BJP നേതാക്കന്മാരുടെയും പ്രതികരണം. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണെങ്കിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം അംഗീകരിക്കുകയില്ല. അതിനുവേണ്ടി ഇങ്ങനെ കൃമികളെ പോലെ ഞൊളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായ ഒരു സ്വഭാവം പല നേതാക്കൾക്കും കാണാൻ കഴിയും. അതിപ്പോൾ ഇനി പാഷാണത്തിലാണെങ്കിൽ പോലും ഈ കൃമികൾ ഇങ്ങനെ ഞൊളച്ചുകൊണ്ടേയിരിക്കും. ഇത് പറയാൻ കാരണം ഏപ്രിൽ 20 ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു കാര്യം പറഞ്ഞു. BJP വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കുന്ന കാര്യം വീണ്ടും ആലോചിക്കും. അത് തൽപര കക്ഷികളുമായൊക്കെ ചേർന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് വീണ്ടും ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ കൊണ്ടുവരും, അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ളൊരു പ്രസ്താവന നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ടായി. വാസ്തവത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു പ്രസ്താവനയാണ്. കാരണം എന്താണ്? 2017 അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ബജറ്റിലൂടെ രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അവതരിപ്പിച്ചത്. ഇതിനെതിരെ ആരും തന്നെ പ്രത്യേകിച്ച് ശബ്ദമുയർത്താനുണ്ടായിരുന്നില്ല, ആരും എതിർത്തിരുന്നില്ല. രാജ്യത്തെ ഇടതുപക്ഷ കക്ഷികൾ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ബോണ്ട് സംവിധാനം സുതാര്യമല്ല, അങ്ങനെ കോർപ്പറേറ്റുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നത്, രാഷ്ട്രീയ കക്ഷികൾ സംഭാവന സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. ആ സ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് പിൻവലിക്കണം, ഇത് അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയ ഒരു വിധിന്യായം പ്രസ്താവിക്കുകയുണ്ടായി. ആ വിധിന്യായത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അതിന് അനുസൃതമായിട്ടുള്ള നടപടികൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും സ്വീകരിച്ചു. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അത് വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങൾ, വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. എന്നിട്ടാണ് കൃമികൾ ഞൊളയ്ക്കുന്നത് പോലെ നിർമ്മല സീതാരാമൻ വീണ്ടും ഞൊളയ്ക്കുകയാണ്, ഞങ്ങളത് വീണ്ടും കൊണ്ടുവരും എന്ന്. അതായത് ഈ BJP നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു തീരുമാനം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ കോർപ്പറേറ്റുകൾക്കും വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, നിയമങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടപ്പാക്കാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കഴിയാതെ പോയിട്ടുണ്ടെങ്കിലും അത് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരെങ്ങനെയെങ്കിലും അത് തിരികെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒട്ടേറെ തെളിവുകളുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ നടത്തിയ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. മറ്റു പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. കാർഷിക നിയമങ്ങൾ 2020 സെപ്റ്റംബറിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കുകയുണ്ടായി. ആ കാർഷിക നിയമങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള, ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള കർഷക പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഡൽഹിയിലുണ്ടായിട്ടുള്ള വലിയ വലിയ സംഭവവികാസങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു 2 വർഷക്കാലം നീണ്ടു നിന്ന വളരെ കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് കാർഷിക നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ കർഷക സമരത്തിന് കഴിഞ്ഞു. എന്നാൽ ഈ കാർഷിക നിയമങ്ങൾ യഥാർത്ഥത്തിൽ BJP ഉപേക്ഷിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഇപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ തന്നെ പല തരത്തിൽ പല മന്ത്രിമാരും പല നേതാക്കന്മാരും കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരും, അത് അവതരിപ്പിക്കും, അത് കർഷകർക്ക് മെച്ചപ്പെട്ടതായിരുന്നു, അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ വേറെ രീതിയിൽ അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് കൊണ്ടുവരും എന്നിടയ്ക്കിടയ്ക്ക് പ്രസ്താവന നടത്താറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കാർഷിക നിയമം ചില പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കർഷക പ്രക്ഷോഭങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ പിൻവലിക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഒരിക്കലും അവർ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള കാർഷിക നിയമങ്ങൾ
നിന്ന് എന്നേക്കുമായി പിൻവാങ്ങി എന്ന് അതിന് അർത്ഥമില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വഴിക്ക് അത് കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തും. അതിന് അത്തരത്തിലുള്ള പല പ്രസ്താവനകളും ഇവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമ്മൾ വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ നിലവിൽ ഇപ്പോൾ കർഷക പ്രക്ഷോഭം വീണ്ടും നടക്കുകയാണ്. കാരണം അന്ന് നൽകിയ പല വാഗ്ദാനങ്ങളും ഇതുവരെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടില്ല. ഉത്തർപ്രദേശിൽ കർഷകർക്ക് മേൽ വാഹനം കയറ്റി കൊല ചെയ്ത ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കർഷകർ പ്രക്ഷോഭത്തിലാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് കർഷകർ പറയുന്ന ഒരു കാര്യം മിനിമം സപ്പോർട്ട് പ്രൈസ് MSP നിയമപ്രകാരം നൽകണം എന്നാണ്. അതിനുവേണ്ടി പ്രത്യേക നിയമം പാസ്സാക്കണം എന്നാണ്. ഈ MSP നൽകാമെന്ന് BJP അവരുടെ പ്രകടന പത്രികയിലൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ MSP നൽകും, ഞങ്ങൾ മിനിമം താങ്ങുവില നൽകുന്നതിന് തയ്യാറാണ്, കർഷകരെ സഹായിക്കുന്നതിന് അത്തരത്തിലുള്ള താങ്ങുവില ഞങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കർഷകരുടെ ആവശ്യം എന്താണ്? കർഷകരുടെ ആവശ്യം അത് നിയമം മൂലം പ്രാബല്യത്തിൽ വരുത്തണം എന്നാണ്. ഇത്രയും വലിയ ഈ പ്രകടന പത്രികയിലൊക്കെ പറയുന്ന BJP പക്ഷേ നിയമം മൂലം MSP നടപ്പാക്കാൻ തയ്യാറല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? MSP നടപ്പാക്കുന്ന കാര്യത്തിൽ അവർക്ക് ആത്മാർത്ഥതയില്ല. ആ ആത്മാർത്ഥത അവർ കാണിക്കുന്നത് കോർപ്പറേറ്റുകളോടാണ്. അങ്ങനെ MSP നിയമപ്രകാരം നടപ്പാക്കുകയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പ്രൈസിംഗ് സമ്പ്രദായം കോർപ്പറേറ്റുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങളെ കർഷകരെ കൊള്ളയടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഇല്ലാതാകും. പ്രാദേശിക വിപണികൾ എന്ന് നമ്മൾ അറിയുന്ന കർഷകർ നിയന്ത്രിക്കുന്ന മണ്ടികൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക വിപണികൾ ഇല്ലാതാകും. അത് ആ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് MSP നിയമപ്രകാരം കൊണ്ടുവരണം എന്ന്. പക്ഷേ കോർപ്പറേറ്റ് അച്ചുതണ്ട്, ഭരണത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും അച്ചുതണ്ട് തീരുമാനിച്ചിരിക്കുന്നത് MSP നിയമപ്രകാരം നടപ്പാക്കാൻ തയ്യാറല്ല എന്നാണ്. വാക്കാൽ പറയും, പക്ഷെ അത് നടപ്പാക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർഷകർ ഗവൺമെൻറ്റിനെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കുന്നത്. ഈ MSP നിയമപ്രകാരം തന്നെ നടപ്പാക്കണം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പ്രസക്തിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2005 സെപ്റ്റംബറിൽ അന്നത്തെ UPA ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. അതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി നിയമം എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു നിയമം ആണത്. ആ നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്ന സമയത്ത് ഇത്തരത്തിലൊരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ മുമ്പിൽ ഇടതുപക്ഷം ഇത് നിയമമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ഇടതുപക്ഷം ഉറച്ചു നിന്നു. ഇടതുപക്ഷം പറഞ്ഞു നിയമം മൂലം തന്നെ അത് നടപ്പാക്കണം. അങ്ങനെ ആ നിയമം ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പാസ്സാക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് എന്താണ് ഈ ഗ്യാരണ്ടി സ്കീം, ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഉപേക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയുന്നില്ല. കാരണം അത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമമാണ്. ഇപ്പോഴത്തെ BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെൻറ്റിന് ഇത്തരത്തിലൊരു തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു താല്പര്യവുമില്ല. അതിൻ്റെ ഉദാഹരണം ഓരോ തവണയും ബഡ്ജറ്റിൽ അവരതിനുള്ള വിഹിതം വെട്ടിക്കുറച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നതാണ്. 1,00,000 കോടിയിലധികം രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കി വച്ചിരിക്കുന്നത് 67,000 കോടി രൂപ മാത്രമാണ്. അതായത് BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ ഒരു താല്പര്യവും ഇല്ല. അത് ഉപേക്ഷിക്കണം. കാരണം കണ്ട തൊഴിലാളികൾക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വെറുതെ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ഇത്രയും പൈസ ചെലവഴിക്കണോ? അതുകൊണ്ടുപോയിട്ട് നമുക്ക് കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു സഹായം ചെയ്താൽ നന്നായിരിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരാണവർ. പക്ഷെ അത് നടപ്പാക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഈ നിയമം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ MSPയുടെ കാര്യത്തിലും നിയമം വേണം എന്ന് പറയുന്നത്. പക്ഷേ MSPയുടെ കാര്യത്തിൽ
നിയമം കൊണ്ടുവരാൻ BJP തയ്യാറല്ല. അവർ വാക്കാൽ പറയുന്നു ഞങ്ങൾ മിനിമം താങ്ങുവില നൽകും, പക്ഷെ നിയമത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് കാണിക്കുന്നത് ഈ കാർഷിക നിയമങ്ങൾ വീണ്ടും നടപ്പാക്കാനുള്ള ഒരു 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 ഒരുക്കം അവരുടെ ഉള്ളിലുണ്ട്. അത് പൂർണ്ണമായി എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നല്ല. ഇത് കൃത്യമായി സമരം ചെയ്യുന്ന കർഷക സംഘടനകൾക്കറിയാം. അതുകൊണ്ടാണ് നിരന്തര പ്രക്ഷോഭത്തിലൂടെ അവർ ഗവൺമെൻറ്റിനെ കടുത്ത സമ്മർദ്ദത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP അവർക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടായാൽ, ഏതെങ്കിലും കാര്യത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ, കോടതിയിൽ നിന്നോ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നാൽ അത് താൽക്കാലികമായൊരു പിന്മാറ്റമാണ്. ഒരിക്കലും ആ കാര്യം അവർ എന്നേക്കുമായി ഉപേക്ഷിക്കില്ല. കാരണം അതെല്ലാം കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ കോർപ്പറേറ്റുകൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനും അവർ തയ്യാറാവില്ല. അപ്പം തൽക്കാലം 2 അടി പുറകോട്ട് വെച്ചാലും പിന്നീട് 3 അടി മുന്നോട്ട് വയ്ക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP പയറ്റുന്നത്. അതാണ് നമുക്ക് നിർമ്മല സീതാരാമൻ്റെ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമുണ്ട്, 2024 തെരഞ്ഞെടുപ്പിൽ BJP NDA മുന്നണി പരാജയപ്പെടുന്നു എന്ന് വന്നാൽ പോലും അവർക്ക് അധികാരം വിട്ടൊഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം മോഡി അമിത്ഷാ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തോൽവി അംഗീകരിക്കാൻ അത്ര എളുപ്പത്തിലൊന്നും NDA തയ്യാറാവുകയില്ല. അതിനൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ മുമ്പിൽ. 2021 ജനുവരി മാസം 6-ാം തീയതി അമേരിക്കയിലെ വാഷിങ്ടണിലെ ക്യാപിറ്റൽ ഹിൽസ് എന്നറിയപ്പെടുന്ന തലസ്ഥാനത്തെ പ്രധാന ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ട്രംപിൻ്റെ അനുകൂലികൾ ഇരച്ചു കയറിയ സംഭവം നമ്മൾ മറക്കരുത്. അന്ന് ഇലക്ഷനിൽ ട്രംപ് തോറ്റു എന്ന് അംഗീകരിക്കാൻ ട്രംപിനും അനുയായികൾക്കും മനസ്സുണ്ടായിരുന്നില്ല. അവർ ക്യാപിറ്റൽ ഹിൽസിലേക്ക് ഇരച്ചു കയറുകയും അതടിച്ചു തകർക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടാൽ പോലും അധികാരം വിട്ടൊഴിയുന്നതിന് വളരെ പ്രയാസമായിരിക്കും. ക്യാപിറ്റൽ ഹിൽസ് പോലെയുള്ള സംഭവങ്ങളും വലിയ തോതിലുള്ള ആഭ്യന്തര കലാപങ്ങൾക്കും ഒക്കെയുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യയിലുണ്ട്. കാരണം BJP ഒരു കാര്യത്തിൽ നിന്നും അത്ര എളുപ്പത്തിൽ പിൻവാങ്ങുന്നവരല്ല. അതുകൊണ്ടാണ് അവർ പാഷാണത്തിൽ കൃമികളെ പോലെ എന്നും ഞൊളച്ചുകൊണ്ടിരിക്കും. ആ ഞൊളയ്ക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇനിയും ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും ഞങ്ങൾ നടപ്പാക്കും എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞ പ്രസ്താവനയിലൂടെ കാണുന്നത്. നിർമ്മല സീതാരാമൻ്റെ വായിലൂടെ വന്ന ഈ പ്രസ്താവന അവരുടെ മാത്രം പ്രസ്താവനയല്ല, അത് മോഡി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെയും കോർപ്പറേറ്റ് കക്ഷികളുടെയും ഒക്കെ ചേർന്നുള്ള അഭിപ്രായമാണ് അവരുടെ വായിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് ഈ കൃമികളെ അത്ര എളുപ്പത്തിൽ അവരുടെ ഞൊളയ്ക്കലിൽ നിന്നും മാറ്റാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.